ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും അടുത്തത് എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടതും ഒരു മേക്കപ്പ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതും ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ആൻഡ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എന്താ പറയുക, ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും കല്യാണം, നമ്മുടെ വീട്ടിലുള്ള ആരുടെയൊക്കെ കല്യാണം വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ളൊരു ലുക്കാണ് വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കല്യാണം ആകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഹെവി ഒക്കെ ആയിട്ട് മേക്കപ്പ് ചെയ്യൂല. അപ്പം നമുക്കിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു നല്ല ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാരി വെയർ ചെയ്യാനാണ്. ആൻഡ് ഇത് ഞാൻ ആരുടെയും കല്യാണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ജസ്റ്റ് ഒരു വീഡിയോ പേർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു സാരി ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ. ആൻഡ് ഞാൻ എടുത്തേക്കുന്ന സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സാരി അല്ല. അപ്പോൾ ഭയങ്കര ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയാം, എൻ്റെ ഒരു 2-3 മേക്കപ്പ് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ് ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു മെബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കൈ വെച്ച് തന്നെയാണ് റബ്ബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഹെവി ലുക്ക് ക്രിയേറ്റ് ചെയ്യണോണ്ട് നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്ത് വെച്ച് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ആൻഡ് ഇത് വെറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് നനയ്ക്കുക, എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും അത് ഹെവി ആയിട്ടിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയും ഞാൻ നേരത്തെ മേക്കപ്പിലൊന്നും കാണിക്കാത്ത സംഭവമാണിത്, ഹൈലൈറ്റർ. ഇത് ഞാൻ അങ്ങനെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പം നമുക്ക് ഇവിടെ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ സെൻറ്റർ പോർഷനാണ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ആക്ച്വലി ഹൈലൈറ്ററും കൺസീലറും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസ് അങ്ങനത്തെ വരുന്ന സംഭവത്തിൽ അത് കവർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ താഴെ അതുപോലെ തന്നെ മുകളിൽ ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആൻഡ് നമ്മുടെ ഈ ഭാഗം, ഈ ജോയിൻറ്റിൽ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതിൽ മനസ്സിലാവും അറിയില്ല, പക്ഷെ നമ്മൾ നേരെ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടാകും ഈ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്രഷ് എടുക്കട്ടെ. അപ്പോൾ ഇവിടെ കോമ്പാക്ട് പൗഡർ ഉണ്ട്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ.
സ്പെഷ്യലി ഈ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഈ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത സ്ഥലങ്ങളില്ലേ, കണ്ണിൻ്റെ താഴെ, മുകളിൽ, അതുപോലെ തന്നെ ഈ ജോയിൻസിൽ ആൻഡ് ഓൾസോ ഇവിടെ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷെ സ്പെഷ്യലി അവിടെ ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. Let me take the brush. ഐ ഷാഡോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സാരി എന്ന് പറയുന്നത് ഒരു ലാവൻഡർ കളർ സാരിയാണ്. അപ്പോൾ അതിന് മാച്ചായിട്ട് ഇവിടെ ഒരു വയലറ്റ് കളർ ഷെയ്ഡ് ഉണ്ട്, അതും പിന്നെ ജസ്റ്റ് ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പിങ്ക് ഇടാം. സോറി, ഞാൻ മിറർ എടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇത് കൊള്ളാവും. നമ്മൾ സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് രണ്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അടുത്ത ഷെയ്ഡ് എടുത്ത് മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് മറ്റേ ഷെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എങ്ങനെ വരുന്ന അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഫോണിലേക്ക് കറക്റ്റ് കളറ് വരുന്നില്ല, ബട്ട് ഇതാണ് ആക്ച്വൽ കളറ്. ഫോണിൽ എനിക്ക് തോന്നുന്നു അത്ര കാണാൻ പറ്റുന്നില്ല എന്ന് ബ്രൈറ്റ്നെസ്സിൽ, ബട്ട് ഇതാണ് കേട്ടോ കളറ്. അപ്പം നമുക്ക് ഈ കളറ് തന്നെ താഴെയും ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സാരിയുടെ എക്സാക്ട് കളർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അത് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് കണ്ണെഴുതണം. അപ്പോൾ ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോസിലും കണ്ണെഴുതുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ആക്ച്വലി മിററിൽ പോയി മര്യാദയ്ക്ക് എഴുതിയിട്ട് വരാം കേട്ടോ, താഴെയും മുകളിലും. ആൻഡ് മുകളിലാണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറ്, താഴെ ഞാൻ ഐക്കോണിക് ആട്ടോ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പം ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് മുകളിലും താഴെയും. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മസ്കാര ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഐബ്രോ ഒന്ന് കോംബ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ കോംബ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഫില്ലിങ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇൻസ്പയർഡ് ലുക്ക് ചെയ്തപ്പോൾ പുരികം കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് സ്യൂട്ട് ആവുന്നില്ല എന്ന്. കാരണം എൻ്റെ പുരികം അത്യാവശ്യം ഡാർക്കാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ കൂടെ ഞാൻ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കളർ കാണാൻ പറ്റും, ഈ ഒരു കളർ ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഈ ബ്ലഷൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, കാരണം ഭയങ്കര ഹെവി ആയിട്ട് തോന്നും എന്ന് ഉള്ളവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനിയും ഐ തിങ്ക് വി ആർ ഡൺ വിത്ത് ദ മേക്കപ്പ്. ഇനി പൊട്ട് വെക്കണം, ലിപ്സ്റ്റിക് ഇടണം. അത് നമുക്ക് അവസാനം ഇടാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രസ്സ് മുകളിലൊക്കെ ഊരി അപ്പോൾ പൊട്ടൊക്കെ പോവും, അപ്പോൾ കുറച്ച് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ സാരി എടുത്തിട്ട് വരാം. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സാരി കൊടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ 1 ഫ്ലീറ്റ് ആണ് ഇടണേ. ഇപ്പോൾ ഒരു കംഫർട്ടബിളിന് വേണ്ടി ഞാൻ കയറ്റി വെച്ചേക്കണമെന്നുള്ളൂ. അപ്പോൾ
പിന്നെ മേക്കപ്പ് ചെയ്തപ്പോൾ ഞാൻ പറയാൻ വിട്ട ഒരു സംഭവമുണ്ട്, സെറ്റിംഗ് സ്പ്രേ. ഇത് ആക്ച്വലി നമുക്കൊരു ലോങ് ലുക്ക്, ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ കുറേ നേരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഓക്കേ, പിന്നെ നമുക്ക് പൊട്ടും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടാലോ. കാരണം ഡ്രസ്സിങ്ങിൻ്റെ സംഭവം കഴിഞ്ഞില്ല, ഇനി ഹെയർ സ്റ്റൈലല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രഡീഷണൽ ലുക്കല്ലാന്ന്, അതുകൊണ്ട് ഒരു കല്ലിൻ്റെ പൊട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്. നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഭയങ്കര ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആയിരിക്കും കേട്ടോ ഇടാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക്. പ്രത്യേകിച്ച് എൻ്റെ ചുണ്ട് ഇച്ചിരി വലിയതുമാണ്, അപ്പോൾ ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലും മാല ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ട്രഡീഷണൽ അല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ പറയുക, ജിമിക്കൊന്നും അല്ല കേട്ടോ ഇടുന്നേ. ട്രഡീഷണൽ ആണെങ്കിൽ നമുക്ക് അത് ഇടായിരുന്നു. ഇപ്പോൾ ഇതൊരു സിൽവർ ടച്ച് വരുന്നതുകൊണ്ട് ഈ ഒരു സിൽവർ കമ്മലാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതിൻ്റെ തന്നെ മാലയും ഉണ്ട്, പക്ഷെ മാല ഇടണമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. കാരണം വലിയ കമ്മലായതുകൊണ്ട് നമുക്ക് മാല ഇല്ലെങ്കിലും ആ ഒരു ലുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, മാല നമുക്ക് വേണം. എനിക്ക് തോന്നുന്നു മാലയും കൂടി ഭംഗിയുണ്ടെന്ന്. അപ്പം നമുക്ക് മാലയും കൂടി ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ട് വരാം. അപ്പം ഞാൻ മാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കിടന്നാലോ. ഇപ്പോൾ ഹെയർ സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ പേര് ഓപ്പൺ ഹെയർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് പാർട്ടീഷൻ എടുക്കാം. ഞാനിവിടെ സൈഡ് പാർട്ടീഷനാണ് കൊടുക്കുന്നത്. എപ്പോഴും എൻ്റെ ഫേസിന് സൈഡ് പാർട്ടീഷനാണ് പൊതുവേ നല്ലത്. ഓക്കെ, ആൻഡ് ഈ ഒരു സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെയ്യാം. ആദ്യം ഞാൻ ഹെയർ ക്ലിപ്സ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഒരു ബ്രെയ്ഡ്സ് എടുത്ത് ട്വിസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ കൊടുത്തു നോക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് നമ്മൾ 2 മുടി ഇവിടെ നിന്ന് എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക. അതിനോടൊപ്പം അടുത്തൊരു ഹെയർ എടുക്കുക, ഇവിടെ നിന്ന് വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക. പിന്നെയും ഇവിടെ നിന്ന് എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. മിക്കവരും ഫോളോ ചെയ്യാറുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ആൻഡ് ചിലവരും ഇവിടെ നിന്ന് ബ്രെയ്ഡ്സ് എടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ മുടി ഇവിടെ സൈഡിൽ കട്ട് ചെയ്തിട്ടേക്കണോണ്ട് ബ്രെയ്ഡ്സ് എടുത്താലും ഭയങ്കര മുടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബ്രെയ്ഡ്സ് ആയിട്ട് എടുക്കാത്തത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ആൻഡ് ഇറ്റ് ലുക്ക് ഗുഡ് സ്ലീവ്. ആൻഡ് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു മുടി നമുക്ക് ഇങ്ങനെ ഇടാം, നല്ല രസം ഉണ്ടാവുമല്ലോ. നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാം, അപ്പുറത്തെ സൈഡിൽ ചെയ്ത പോലെ തന്നെ. കാരണം ആ ഹെയർ കുറേയും ഇങ്ങനെ കിടക്കുമ്പോൾ ഐ തിങ്ക് അതിനേക്കായി നല്ലത് കുറച്ച് കിടക്കുന്നത് തന്നെയായിരിക്കും. ഈ സൈഡിൽ ഞാൻ ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്തേക്കുന്ന ഹെയറൊക്കെ ഒരുമിച്ചായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല.
അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് 2 ഹെയർ സ്റ്റൈൽ ചെയ്യാം. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബണ്ണിനേക്കാളും നല്ലത് നമ്മൾ ഓപ്പൺ ഹെയർ ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ബാക്കിലൊക്കെ നന്നായിട്ട് ചീകി കൊടുക്കണേ. എനിക്ക് തോന്നുന്നു ദിസ് സ്യൂട്ട്സ് ഗുഡ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വെഡിങ് ഗസ്റ്റ് ലുക്ക്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണം കേട്ടോ. ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ഈ സാരി വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് സാരിയാണ്. ഇത് ഞാൻ 12th പഠിക്കുമ്പോൾ എൻ്റെ ഫെയർവെല്ലിന് എടുത്ത സാരിയാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി ഡൈ ചെയ്യിപ്പിച്ചെടുത്ത സാരിയാണ്. ആൻഡ് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ഇതൊരു ട്രഡീഷണൽ ലുക്ക് അല്ല. ഇപ്പം നമുക്ക് ട്രഡീഷണൽ ലുക്ക് ആണെങ്കിൽ മേക്കപ്പിൽ കുറച്ചുകൂടി ഡിഫറൻസ്, നമ്മൾ ബിന്ദിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ആൻഡ് ജുംക്ക, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ചുട്ടിയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. അതാണ് ട്രഡീഷണൽ ലുക്കിൽ വരുമ്പോൾ. ഞാൻ കുറച്ചുകൂടി മോഡേൺ ലുക്കാണ് ഉദ്ദേശിച്ചത്. കാരണം ഞാൻ എപ്പോഴും ട്രഡീഷണൽ ലുക്കിലാണ് പൊതുവേ ഫംഗ്ഷൻസിനൊക്കെ പോവാറ്. അപ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് ഞാൻ ചെയ്തതാണ് ഈ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് അതും കൂടി ചെയ്യാം കേട്ടോ. ആൻഡ് ചിലവർക്ക് ഇത് ബൺ ചെയ്ത് വെച്ചാലും രസം ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫേസിന് ഓപ്പൺ ഹെയർ ആണ് നല്ലത്. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.